ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് വസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസല്ലം അജ്മഈൻ. ഇന്നത്തെ അസ്തമാനത്തോടുകൂടെ ഒരു പുതുവർഷം, പുതുവത്സരം അഥവാ 1446 ഹിജ്റ വർഷം, 46 വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. അഥവാ അസ്സനത്തുൽ ഖമരിയ, ചാന്ദ്രിക വർഷം. 2 സനത്തുകളാണ്, അസ്സനത്തു ഷംസിയയും അസ്സനത്തുൽ ഖമരിയയും. ഇതിൽ മുസൽമാൻ നമ്മുടെ എല്ലാത്തിനും പരിഗണിക്കുന്നത് വിഷയങ്ങൾ വരുമ്പോൾ ഏതാണ്? അസ്സനത്തുൽ ഖമരിയ, ചാന്ദ്രിക വർഷമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹോട്ടൽ എക്സാമ്പിൾ മസലൻ ഒരാളെ നിർത്തുകയാണ്. നിനക്ക് ഞാൻ എല്ലാ 1-ാം തീയതിയും ഇത്ര സാലറി തരും. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ മുത്തുലക്കത്തായ സനത്ത് എന്തിലേക്ക് തിരിയും? ഇലസനത്തിൽ ഖമരിയ, നമ്മുടെ വർഷത്തിലേക്കാണ് തിരിയുക. ഒരു മുദർരിസിനെ, ഒരു മുഅല്ലിമിനെ, ഒരു ജോലിക്കാരനെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ മാസത്തിൽ എല്ലാ മാസവും 1-ാം തീയതി എനിക്ക് ഇത്ര ഉജ്റ സാലറി തരും പറഞ്ഞാൽ അതേതാ കൂട്ടുക? നമ്മളെ മാസം ചാന്ദ്രിക വർഷ കൂട്ടുക. അങ്ങനെ ആകുമ്പോൾ ചാന്ദ്രിക വർഷം 355 ദിവസം, ഒരു വർഷത്തിൽ ദിവസത്തിൻ്റെ എണ്ണം. സൗരവർഷത്തിലോ 365 ചില്ലറെ, അത് 10 ചില്ലറയും മാറ്റുണ്ട്. അപ്പം 3 വർഷത്തിന് നമ്മളിപ്പോൾ ഒരാളെ ഏൽപ്പിച്ചെന്ന് കൂട്ടുക. ഏൽപ്പിച്ച സമയത്ത് മാസം എനിക്ക് ഇത്ര തരാമെന്നും പറഞ്ഞതിന് കൂട്ടുക. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കലേതാണ്? നമ്മൾ ജനുവരി, നമ്മൾ ഇംഗ്ലീഷ് മാസം നോക്കുക. അവിടെ ചെറിയ പ്രശ്നം, ചെറുതല്ല വലിയ പ്രശ്നമുണ്ട്. 3 വർഷം കഴിയുമ്പോൾ ഒരു മാസത്തെ ശമ്പളം നമ്മൾ കൊടുക്കാണ്ടാവും ഈ ജോലിക്കാർക്ക്. കാരണം സൗരവർഷമാകുന്ന ഇംഗ്ലീഷ് വർഷം ഒരു വർഷം തികയുന്നതിന് മുൻപ് 10 ദിവസം മുൻപ് നമ്മളെ ചാന്ദ്രിക വർഷം പൂർത്തിയായിട്ടുണ്ടാവും. അപ്പം ഒരു 3 വർഷമാണെങ്കിൽ ഒരു 30 ദിവസം. അപ്പം നമുക്ക് ഇങ്ങോട്ട് കിട്ടാണ്ടാവും. അതൊരു കടായി മാറും. ഒരു മുദർരിസിനാണെങ്കിലും ഒരു മുഅല്ലിമിനാണെങ്കിലും നമ്മുടെ വീട്ടിലെ ജോലിക്കാരാണെങ്കിലും ഇത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു കടത്തിൻ്റെ ഇടപാടായി മാറും. നമ്മൾ തരാമെന്ന് പറഞ്ഞല്ലേ, എല്ലാ മാസവും 1-ാം തീയതി ഇത്ര തരാറിഞ്ഞല്ലേ, നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. നമ്മൾ ഇംഗ്ലീഷ് അനുസരിച്ചാണ് കൊടുത്തത്, അതിൻ്റെ മുൻപ് തന്നെ കൊടുക്കേണ്ടിയിരുന്നു. അപ്പോൾ ഒന്നിരിക്കൽ ഈ ജോലിക്കാർ പൊരുത്തപ്പെട്ടു കൊടുക്കണം മുതലാളിക്ക്, ഈ കമ്മിറ്റിക്ക്. ഇത് അധിക ആളുകൾക്കും അറിയില്ല. അല്ലെങ്കിൽ എന്ത് വേണം? ഈ ബാധ്യത ഒഴിവാവാൻ വർഷം കൂട്ടി, ദിവസം കൂട്ടി ശമ്പളം കൊടുക്കണം, അല്ലെങ്കിൽ കുറ്റക്കാരാവും. മാത്രമല്ല, ചില ആളുകളൊക്കെ പിരിച്ചു വിടുമ്പോൾ ചില 30 കൊല്ലം നിന്നോലൊക്കെ ഉണ്ടാവും ഒരു മഹലിൽ. അപ്പോൾ ഓൽക്ക് കുറേ കൊടുക്കാനുണ്ടാവും. മഹല് മൂലയുടെ കാര്യം മാത്രമല്ലത്, നമ്മൾ ഏതൊരു ജോലിക്കാരനാക്കിയാലും ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മാഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മളൊക്കെ ചില ആളുകളെ ശ്രദ്ധിക്കലുണ്ട്. എല്ലാ മാസവും ഇംഗ്ലീഷ് മാസം 1-ാം തീയതി പറഞ്ഞാൽ പിന്നെ ആ പ്രശ്നമല്ല. മാസം എല്ലാ മാസവും 1-ാം തീയതി പറഞ്ഞാൽ ദൈക്ക് നേരെ യൻസരിഫു ഇല സനത്തിൽ ഖമരിയ,
അത് ചാന്ദ്രിക വർഷത്തിലേക്കാണ് തിരിയുക. അപ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കമ്മിറ്റിക്കാരെ ശ്രദ്ധിക്കുക. പഴയ ഉസ്താദന്മാർക്ക് ചിലപ്പോൾ കുറേ കൊടുക്കാണ്ടാവും. ഈ ഏൽപ്പിക്കുന്ന സമയത്ത് വാക്ക് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് കൊടുത്തോണ്ടി. അല്ലെങ്കിൽ പിന്നെ വലിയ പൊരുത്തപ്പെടണം, ഞങ്ങൾ നല്ല ജോലിക്കാർ പൊരുത്തപ്പെടണം. പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആരെയും ചോദിച്ചു വന്നു എന്നാൽ നിർബന്ധമായിട്ടും അത് കൊടുക്കേണ്ടി വരും. ഏൽപ്പിക്കണ സമയത്തും വാക്കുകൾ ശ്രദ്ധിക്കും വേണം. അല്ലാഹു തആല ഇനിയുള്ള 1446 വർഷത്തിലേക്ക് നാം കാലെടുത്ത് വെച്ച് ഇന്നത്തെ അസ്തമാനത്തോടുകൂടെ ഇനിയെങ്കിലും നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കുക. റബ്ബേ, നല്ല നിലക്ക് ജീവിക്കും. ആയുസ കഴിഞ്ഞ കുറച്ചും കൂടി ഉള്ളല്ലോ നമുക്ക് ജീവിക്കാൻ. പകുതിയിലേറെ കഴിഞ്ഞു. അള്ളാഹു പ്രായം തികഞ്ഞത് മുതൽ ഇന്ന് വരെ ചെയ്ത പാപങ്ങളൊക്കെ നമുക്ക് മാഫാക്കി തരട്ടെ. ഇനിയെങ്കിലും നല്ല നിലക്ക് ജീവിക്കാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. നമ്മളെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ.